ഹലോ നമസ്കാരം, വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. മലബാർ ജില്ലയിലൂടെ റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് പര്യടനം തുടരുകയാണ്. ഇക്കുറി മലബാർ ജില്ലയിൽ തീപാറുന്ന പോരാട്ടമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തവനൂർ. തവനൂരിൻ്റെ പ്രത്യേകത പ്രേക്ഷകർക്കറിയാം. തവനൂർ മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ ഇന്നുവരെ അത് ജലീൽ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. 15 വർഷം തുടർച്ചയായി 3 തവണ KT ജലീൽ പ്രതിനിധീകരിച്ച മണ്ഡലം ഇക്കുറി തിരിച്ചുപിടിക്കാൻ ഒരു സൂപ്പർ സർജിക്കൽ സ്ട്രൈക്കിന് കോൺഗ്രസും UDF-ഉം തയ്യാറെടുത്തിരിക്കുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ അയച്ചിരിക്കുന്നത് സാക്ഷാൽ DCC പ്രസിഡന്റിനെ. ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനത്തെ DCC പ്രസിഡന്റാണ് VS ജോയ്. നേരിടുന്നത് KT ജലീലിനെ. വെൽക്കം VS ജോയ്. ജോയ്, തവനൂരിലേക്ക് എത്തുമ്പോൾ എന്താ കോൺഫിഡൻസ്? ഇപ്പോ നല്ല പ്രതികരണമാണ്. വിജയ പ്രതീക്ഷ ഏറ്റവും നല്ല രീതിയിലുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് പ്രകടമായിരുന്നു. 7 പഞ്ചായത്തും ജയിക്കാൻ കഴിഞ്ഞു. ജനങ്ങളിൽ നിന്ന് വലിയ പോസിറ്റീവായ പ്രതികരണമാണ്. ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ VS ജോയ് വരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതും VS ജോയ് വരുമെന്നാണ് ആ ഘട്ടത്തിൽ. പക്ഷേ അവസാന നിമിഷം VS ജോയ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുന്നൊരു രംഗമുണ്ട്. ഏറ്റവും പക്വതയാർന്നൊരു തീരുമാനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പോൾ സീറ്റ് ആദ്യം തിരുവമ്പാടിയിൽ പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയത് തവനൂർ. KT ജലീൽ മത്സരിക്കുന്ന തവനൂരിൽ വരാനൊരു ഭയം ഉണ്ടായിരുന്നു ആദ്യം. അങ്ങനെ ഭയമൊന്നുമില്ല. പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നെ വിജയിച്ചില്ല. ഏതായാലും മലപ്പുറത്ത് ജില്ലയിൽ തന്നെ മത്സരിക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ തവനൂരിലേക്ക് വരുമ്പോൾ തവനൂരുമായിട്ട് ഞാൻ നോക്കിയിട്ട് VS ജോയിക്ക് എന്താണ് ബന്ധം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. തവനൂരുമായിട്ട് എങ്ങനെ VS ജോയ് കണക്ട് ചെയ്യും? വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. 7 പഞ്ചായത്തുകൾ UDF-ൻ്റെതാണ്. അത് പോസിറ്റീവായ ഘടകമാണ്. DCC പ്രസിഡന്റ് ആണല്ലോ. ജില്ലയിലെ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ കർമ്മമണ്ഡലമാണ്. KSU പ്രസിഡന്റ് ആയ സമയത്ത് പ്രകാശേട്ടൻ മത്സരിക്കുന്ന അന്ന് മുതൽ ഞാൻ KSUവിന്റെ പൈലറ്റ് പ്രാസിംഗിനായി മണ്ഡലത്തിൽ സജീവമായിട്ട് അന്ന് തൊട്ട് പ്രവർത്തന രംഗത്ത് സജീവമാണ്. തവനൂരിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഒരു ഹൃദയബന്ധമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ 2ാം ജന്മമാണ്. ഞാൻ 2013 KSU പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ശ്രീ AM രോഹിത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം എടപ്പാളുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ രാത്രി ഞങ്ങൾ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അർദ്ധരാത്രി 2:30 ഞങ്ങൾ ഈ എടപ്പാളിൽ രോഹിത്തിനെ വീട്ടിൽ വിട്ട് ഞാൻ നിലമ്പൂരിലേക്ക് പോവാണ്. അപ്പോൾ ഈ തവനൂരിൽ തൃക്കണ്ണാപുരം എന്ന് പറയുന്ന തങ്ങൾപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എൻ്റെ കാറിൽ, ഞാൻ സഞ്ചരിച്ച കാറിൽ ഒരു ലോറി ഇടിക്കുകയാണ്. അങ്ങനെ ലോറി ഇടിച്ച് ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന് ഞാനും ഡ്രൈവറും തെറിച്ച് റോട്ടിലേക്ക് വീണ് ബോധം പോകുന്ന അവസ്ഥയായി, അർത്ഥപ്രാണനായി, വലിയ അബോധാവസ്ഥയിലായി. അതിഗുരുതരമായ പരിക്ക് പറ്റി. എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് കയ്യിലൊക്കെ ഇപ്പോഴും കമ്പിയാണ്. അന്നത്തെ ആക്സിഡന്റിന്റെ പരിക്കാണ്. അപ്പൊ കയ്യിലും കാലിലൊക്കെ കമ്പിയാണ്, നിറയെ കമ്പിയാണ്. അതായത് മുറിവേൽപ്പിച്ച മണ്ഡലമാണ്. അതെ, ആ മുറിവേറ്റ് കിടന്ന എന്നെ താങ്ങിയെടുത്ത് തക്ക സമയത്ത് ചോര വാർന്ന് കിടന്നിരുന്ന എന്നെ ആശുപത്രിയിൽ എത്തിച്ച് എനിക്ക് ജീവൻ നൽകിയത് ഇവിടുത്തെ നാട്ടുകാരാണ്. എനിക്ക് ജീവൻ തിരിച്ചു നൽകിയത്. എനിക്കത് 2ാം ജന്മമാണ്. ഈ 2ാം ജന്മം നൽകിയ നാട്ടിൽ തന്നെ മത്സരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ കാലത്തിന്റെ നിയോഗമായിരിക്കും. തീർത്താൽ തീരാത്ത കടപ്പാടാണ്. പൊളിറ്റിക്കലി ഒരു റീബർത്താണ്. നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് കരുതി അവിടെ മുറിവേറ്റ് അതിനുശേഷം മുറിവ് ഉണക്കാൻ തവനൂരിലെ ജനത സഹായിക്കുമെന്നാണ്. അതെ, തവനൂർ എനിക്ക് ജീവൻ തരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കലും എനിക്ക് ജീവൻ തന്ന നാടാണ്. തീർച്ചയായും ഈ പോരാട്ടത്തിൽ തീർച്ചയായും തവനൂർ എന്നെ ചേർത്ത് പിടിക്കുന്നുള്ള ഉറച്ച പ്രതീക്ഷ. തവനൂരിൽ ഇറങ്ങുമ്പോഴേ ഏറ്റവും പോസിറ്റീവായി കണ്ട നമ്പർ 1 ഫാക്ടർ എന്താണ്? ഏറ്റവും നെഗറ്റീവായിട്ട് കണ്ട ഫാക്ടർ എന്താണ്? പോസിറ്റീവായിട്ട് കണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുത്ത ജനപ്രതിനിധിക്ക് മണ്ഡലത്തിന്റെ പ്രതീക്ഷകളെ പൂർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ള ക്ഷാമമാണ് ഈ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഭാരതപ്പുഴ എന്ന് പറയുന്ന വലിയൊരു പുഴയുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ട്. ചുറ്റും നദികളും പുഴകളുമാണ്. പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. അതിരൂക്ഷമായ പ്രശ്നമാണ്. അമ്മമാരും ഉമ്മമാരും കുടവുമായി ക്യൂ നിൽക്കുകയാണ് ഈ കൊടും വേനലിൽ. അപ്പോൾ ഈ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നത്. കോടികളുടെ അഴിമതിയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന ജലസേചന പദ്ധതി ഉണ്ട്. അത് ചോർന്നൊലിക്കുകയാണ്. അത് നവീകരിക്കുന്നതിന് വേണ്ടി അറ്റകുറ്റപ്പണിക്കായി പിന്നെയും പണം നീക്കി വെച്ചു. എന്നിട്ടും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ കുട്ടനാട് കഴിഞ്ഞ ഏറ്റവും വലിയ കേരളത്തിന്റെ നെല്ലറയാണ് ഈ പൊന്നാനിയിലെ കോൾ പ്രദേശം. ഇവിടുത്തെ കോൾ കർഷകരും ഇതുകൊണ്ട് പ്രയാസപ്പെടുന്നു. കുടിക്കുവാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ കുടിവെള്ള പ്രശ്നമാണ് ഈ മണ്ഡലത്തിന്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. VS ജോയിക്ക് ഈ മണ്ഡലത്തിൽ പിച്ച് ചെയ്യുമ്പോൾ തോന്നിയ ആദ്യത്തെ ജനകീയ പ്രശ്നം അതാണ്. ജനകീയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ഇനി നെഗറ്റീവായിട്ട് തോന്നുന്നത് എന്താണ്? അതായത് മണ്ഡലത്തിലെ 15 വർഷമായിട്ടുള്ള KT ജലീൽ എന്ന ഒരു സാന്നിധ്യമാണോ വലിയ ചലഞ്ച്? സ്ഥാനാർത്ഥിയാണോ വെല്ലുവിളി? അത് സ്വാഭാവികമായിട്ടും 15 വർഷം അദ്ദേഹത്തിന് ഇവിടെ മണ്ഡലത്തിലുള്ള ബന്ധമുണ്ടല്ലോ. പക്ഷെ ഒരു 2.5 വർഷം അദ്ദേഹത്തിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ ഇല്ലായിരുന്നു. അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട്
അദ്ദേഹം അത്ര സജീവമല്ലായിരുന്നു അവസാന ഘട്ടത്തിൽ. അതുകൊണ്ട് അതത്ര ഒരു പ്രശ്നമല്ല, മറികടക്കാൻ കഴിയുന്ന വിഷയം തന്നെ ഉള്ളൂ. തവനൂരെ സംബന്ധിച്ച് വികസനം തന്നെയാണ് ചർച്ച. ഇപ്പം 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക നിയോജകമണ്ഡലം തവനൂർ നിയോജകമണ്ഡലം. കേരളത്തിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ 4ഉം 5ഉം പോലീസ് സ്റ്റേഷനാണ്. പക്ഷേ ക്രൈം റേറ്റ് കുറവായതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, ഇവിടുത്തെ ആളുകൾ സ്വാഭാവികമായിട്ടും ക്രൈം മാത്രമല്ലല്ലോ, നമ്മുടെ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പോലീസ് സ്റ്റേഷനെ ആശ്രയിക്കുമല്ലോ. അതിനുവേണ്ടി പലയിടത്തും പോകേണ്ട തിരൂര്, താനൂര്, നമ്മുടെ കുറ്റിപ്പുറം, ചങ്ങരംകുളത്തൊക്കെ പോകേണ്ടുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന ഈ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കുലുക്കം അറിയുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. സർക്കാർ പറയുന്നത് റോഡുകൾ വികസിച്ചു, മൊത്തം വികസനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ VSJOയ്ക്ക് മണ്ഡലത്തിൽ വരുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേശീയപാത നന്നായിട്ട് പോയിട്ടുണ്ടെന്നല്ലാതെ പ്രാദേശികമായ റോഡുകളൊക്കെ വലിയ കുണ്ടും കുഴിയാണ്. ഈ മണ്ഡലത്തിൽ പലയിടത്തും നമ്മുടെ ഈ നിലവിലുള്ള MLAക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം പലയിടത്തും വോട്ടുകൾ ബഹിഷ്കരിക്കുകയാണ്, റോഡുകൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന സാഹചര്യമാണ്. നെടുകയും കുറുകയും ഒരുപാട് വലിയ പ്രശ്നങ്ങളാണ്. പലയിടത്തും വോട്ടുകൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനത്തെ കോലളമ്പ് പോലെയുള്ള ഭാഗത്ത് റോഡിന്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ BJP ഒരു ഫാക്ടറാണ്. BJP ഫാക്ടർ എന്ന് പറയാനുള്ള കാര്യം, എനിക്കൊരു 19,000-ത്തിനടുത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ തവണ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. അത് ആര് വിജയിച്ചാലും എന്നുള്ളത് എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 3 തവണയും വോട്ടിന്റെ വ്യത്യാസം നോക്കി ഒരു തവണ ഒഴിച്ചു നിർത്തിയാൽ വലിയ മാർജിനൊന്നും KT ജില്ലയിലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 5,000-6,000 വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണമെങ്കിൽ BJPക്ക് കഴിയും. ഈ BJP വോട്ട് CPM-നുമായിട്ട് ഡീലുണ്ട് എന്ന് സംസ്ഥാന വ്യാപകമായ UDF-ന്റെ പ്രചരണമുണ്ട്. തവനൂരിൽ അതുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി അത്തരത്തിലുള്ള ഒരു ഡീലിന് സാധ്യതയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് അത് സംശയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. ഭയക്കുന്നുണ്ടോ തവനൂരിൽ? അല്ല, അങ്ങനെ വന്നാൽ പോലും തവനൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഈ പറയുന്ന നാരോ ആണ് ഇവിടുത്തെ ഒരു വ്യത്യാസമെങ്കിൽ പോലും, കപ്പിനും ലിപ്പിനും ഇടയിലാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു അട്ടിമറി ഉണ്ടാവും, വലിയൊരു തരംഗം മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അത് നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. തിരുവമ്പാടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ടോ? തിരുവമ്പാടി വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സുരക്ഷിത മണ്ഡലം തവനൂരാണ്. കാരണം എൻ്റെ കർമ്മമണ്ഡലമാണ്, എൻ്റെ ജില്ലയാണ്. പിന്നെ തിരുവമ്പാടി മണ്ഡലം തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. പക്ഷേ എനിക്ക് മലപ്പുറത്ത് മത്സരിക്കുന്നതാണ് സന്തോഷം. കാരണം ഈ മണ്ണിൻ്റെ സ്നേഹം, സന്തോഷം, ലീഗ് ഒപ്പം ഉണ്ട് കൂടെ. ലീഗ് 100% ഉണ്ട്. ഇത് മലപ്പുറം ജില്ലയെ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ജില്ലയ്ക്ക് എതിരായി വലിയ പ്രചരണം നടക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകാൻ. അപ്പോൾ അതിനെതിരായിക്കൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ സാമുദായിക സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ, അതിന് നേരെ തിരിച്ചു പിടിച്ചിട്ടുള്ള കണ്ണാടിയായി എൻ്റെ മത്സരം മാറും, എൻ്റെ വിജയം മാറും. ഒരു റിയൽ മലപ്പുറം സ്റ്റോറി ഇവിടെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് എനിക്ക്. VSJOയ് റീൽ നേതാക്കളിൽ നേരെ വ്യത്യസ്തനാണ് എന്നുള്ളത് പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ VSJOയ് KT ജില്ലയിൽ നേരിടാൻ വരുന്നു. പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടോ ഭൂരിപക്ഷം? ഭൂരിപക്ഷം പ്രഡിക്റ്റ് ചെയ്യാനായിട്ടില്ല. 1ാം ഘട്ട പ്രചരണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തി. അതെ, എത്തി. വിജയം ഉറപ്പാണ്. അതിനകത്ത് വലിയ ആത്മവിശ്വാസമാണ്. താങ്ക് യു. റിസൾട്ട് വരുമ്പോ സൂപ്പർ ജോയ് ആയിരിക്കണം VSJOയ്. താങ്കൾ നിലമ്പൂർ പറഞ്ഞ പോലെ ജോയ്ഫുൾ ആവട്ടെ. ജോയ്ഫുൾ ആവട്ടെ. ജോയ്ഫുൾ May 4th. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. താങ്ക് യു. ഇലക്ഷൻ എക്സ്പ്രസ് യാത്ര തുടരുന്നു. ഇനി നമുക്ക് KT ജില്ലയിലെ കാണണം, മറ്റ് സ്ഥാനാർത്ഥികളെ കാണണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്.